السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ദീനിന്റെ വിധിവിലക്കുകളെ യഥാവിധി പാലിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വപ്നവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ് അത് കംപ്ലീറ്റ് ആക്കിയിരുന്നല്ലോ അല്ലെ? പറഞ്ഞ് കംപ്ലീറ്റ് ആക്കി. എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ആരംഭത്തിൽ തന്നെ ചോദിച്ചിട്ട് മുമ്പോട്ട് പോവാം. നല്ല സ്വപ്നമായാലും മോശം സ്വപ്നമായാലും നമ്മൾ തഖ്വയോടുകൂടെ ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. നല്ല സ്വപ്നമായാലും മോശം സ്വപ്നമാണെങ്കിലും. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ നല്ല മനുഷ്യനായിരുന്നു, പിന്നീട് അയാൾ വ്യതിചലിച്ചു. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ഫാദർ, നമ്മുടെ ഒരു പേഴ്സണൽ മാറ്ററാണ് എന്നാലും പറയാം, ഒരു ദിവസം പെട്ടെന്ന് രാത്രി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമ്മുടെ രണ്ട് മക്കളിൽ ഒരാൾ എന്ത് ചെയ്യില്ല, നേരെ വഴിക്ക് പോകൂല എന്ന് പറഞ്ഞു. ഒരു സ്വപ്നം കണ്ടതാണ്, അല്ലല്ല, നല്ല അത്യാവശ്യം തക്കവയോടൊക്കെ ജീവിക്കുന്ന ആള് പോകൂല. അയാൾ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പാതയിലല്ല നമ്മുടെ അനിയൻ വന്നത്, അവന്റെ മേഖല വേറെ ആയിട്ട്. അപ്പൊ അതങ്ങനെയാണ് അതിന്റെ രീതി. നമുക്ക് മുബശ്ശറാത്താണ് അത് രണ്ടായാലും. ഇനിയിപ്പോ മോശം സ്വപ്നമാണ് നമ്മൾ കാണുന്നതെങ്കിലും നമുക്കത് ഒരു മുബശ്ശറാത്താണ്. നമുക്ക് വരാനിരിക്കുന്ന ഒരു ആപത്തിനെ സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടിക്കൊണ്ടിരിക്കുക. അതിന്റെ ആ വിപത്തിന്റെ ആഴം കുറയ്ക്കാൻ വേണ്ടി, അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ടതാണ് എങ്കിൽ അതിന്റെ ആഴം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് അതിന്റെ പ്രതിവിധികൾ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ? വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? നമ്മള് റബീഉൽ അവ്വൽ മാസത്തിലേക്കാണ് പ്രവേശിച്ചത് അല്ലെ? നമ്മൾ സാധാരണ അങ്ങനെ ഒരു മാസത്തെ സംബന്ധിച്ച് ഒരു ചർച്ച തന്നെ ചെയ്ത് തുടങ്ങേണ്ട ആവശ്യമില്ല. റമദാൻ പോലെ, ദുൽഹജ്ജ് പോലെ, മുഹറം പോലെ റബീഉൽ അവ്വൽ മാസത്തിലാണെന്ന് പറഞ്ഞ് തുടങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് റബീഉൽ അവ്വൽ എന്നുള്ളത് അതിനൊരു പേര് കൂടെ കൊടുത്തു, പുണ്യ റബീഉ എന്നൊരു പേര് കൂടെ കൊടുത്തു. അങ്ങനെയാണ് കേൾക്കുന്നത് അല്ലേ? നമ്മുടെ ദീനിൽ ഒരു കാര്യം പുണ്യമാണെന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കണം? സുന്നത്തായിരിക്കണം അല്ലെ? അല്ലെങ്കിൽ ഫർളായിരിക്കണം. പുണ്യമാണ്, ഇന്നത് പുണ്യമാണെന്ന് പറയണമെങ്കിൽ അതിനർത്ഥം അതിന് അള്ളാഹുവിന്റെ വക്കൽ നിന്ന് കൂലി കിട്ടുമെന്നർത്ഥം. അത് പാപമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഉണ്ടെന്നർത്ഥം. അതാണ് നമ്മുടെ ഇതില്. അപ്പൊ റബീഉ പുണ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ മാസത്തിൽ പടച്ചവന്റെ വക്കൽ നിന്നും കൂലി കിട്ടുന്ന എന്തോ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എന്നർത്ഥം. സത്യത്തില് പരിശുദ്ധ ഖുർആനിലാകട്ടെ ഹദീസുകളിലാകട്ടെ മാസങ്ങളെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതലേ അള്ളാന്റെ കിതാബില് മാസങ്ങളുടെ എണ്ണം 12 അതിൽ പറഞ്ഞ മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, 4 മാസങ്ങൾ പവിത്രമാണ് എന്നും പറഞ്ഞു. ആ പവിത്രമായ മാസത്തെ സംബന്ധിച്ച് ഹദീസിൽ വിശദമായി പറഞ്ഞു, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, മുദർ ഗോത്രക്കാരുടെ റജബ്, ഈ 4 മാസങ്ങളാണ് പവിത്രമായ മാസം എന്ന് പറഞ്ഞു. ഇല്ല, റമദാനെ പോലും ഈ പവിത്ര മാസത്തിൽ ഉൾപ്പെടുത്തിയില്ല. യുദ്ധം ഹറാമായ പവിത്ര മാസത്തിൽ ഉൾപ്പെടുത്തിയില്ല. റമദാൻ എന്നുള്ളത് അതിന് വേറൊരു പ്രത്യേകതയാണ് നൽകിയത്. റമദാന്റെ പ്രത്യേകത ഖുർആന്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകതയാണ്. ഖുർആൻ അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്തുകൊണ്ട് ആ സന്തോഷം നമ്മൾ രേഖപ്പെടുത്തുക,
അതിൽ പുണ്യങ്ങൾ അള്ളാഹു താല ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇത്രയും വ്യക്തമായൊരു കാര്യമാണ്. ഇതിന്റെ അപ്പുറത്ത് മറ്റൊരു മാസത്തിനൊരു പ്രത്യേകത നൽകുക എന്നുള്ളത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താണെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. നസീ എന്ന് പറയുന്ന ഒരു സ്വഭാവം ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു. നസീ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന്റെയോ ഒരു ദിവസത്തിന്റെയോ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പവിത്രതയെ അവരുടെ സൗകര്യത്തിന് വേണ്ടി മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുക. ആ സമയത്ത് പ്രത്യേകത ഒന്നും ഉണ്ടാവില്ലായിരിക്കും, എന്നാൽ അങ്ങോട്ടേക്ക് മാറ്റിവെച്ചിട്ട് ഈ ഇപ്പോഴത്തെ കാര്യം നടത്താം. ഉദാഹരണത്തിന് റമദാനിൽ നോമ്പെടുക്കൽ ഫർളാണ്, നമ്മുടെ കാര്യമാണ് പറയുന്നത്, അന്നത്തെ കാലത്തെ കാര്യമില്ല. ഒരു ഉദാഹരണം പറയുന്നത്, റമദാനിൽ നോമ്പെടുക്കൽ ഫർളാണ് എങ്കിൽ ഈ റമദാനിൽ എനിക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, എന്റെ റമദാനിന്റെ നോമ്പിനെ മുഴുവനും ഞാൻ ഷവ്വാലിലേക്ക് മാറ്റിവെക്കാം. റമദാനിൽ ഞാൻ എന്റെ പണികളൊക്കെ ചെയ്യാം. എന്നിട്ട് ഷവ്വാലിൽ നോമ്പെടുക്കോ? ഇല്ല, അത് പിന്നത്തേക്ക് മാറ്റിവെക്കും. അങ്ങനെ ഒരു മാസത്തിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പവിത്രതയെ, അതിന്റെ മഹത്വത്തെ മാറ്റിവെക്കുന്നതിന്റെ പേരാണ് നസീ എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 37-ാം വചനം ആ ഭാഗം പറയുന്നുണ്ട്. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്ർ. മാസത്തിന്റെ പവിത്രതയെ മാറ്റിവെക്കല് കുഫറിന്റെ ആധിക്യമാണ്, കഠിനമായ കുഫറാണ് മാസത്തിന്റെ പവിത്രതയെ മാറ്റിവെക്കല്. എന്നിട്ട് പറയുന്നു യുളില്ലു ബിഹില്ലദീന കഫറു, അതിലൂടെ അവിശ്വാസികളായ ആളുകൾ വീണ്ടും വഴിപിഴയ്ക്കും. യുഹില്ലൂനഹു ആമൻ വയുഹരിമൂനഹു ആമ. ഒരു കൊല്ലത്തെ അവർ നല്ല ഹലാലാക്കും, ഒരു കൊല്ലത്തിനെ അവർ ഹറാമാക്കും. അത് എന്തിനാ? യുവാത്തിയോ ഇദ്ദത്തമാ ഹറമല്ല, അല്ലാഹ് ഹറാമാക്കിയ മാസവുമായിട്ട് യോജിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അത് കുഫ്രിയത്താണെന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ മാസത്തെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുണ്യ റബീ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ റബീഉൽ അവ്വൽ 12-ന് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ലൈലത്തുൽ ഖദർ അല്ലേ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാവ്? എന്നാൽ റബീഉൽ അവ്വൽ 12-ന്റെ രാത്രി ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണെന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു സത്യവിശ്വാസികൾക്ക് 3 പെരുന്നാളാണുള്ളത്. നമുക്ക് എത്ര പെരുന്നാളേ ഉള്ളൂ? 2 പെരുന്നാളേ ഉള്ളൂ, അല്ലേ? ഈദൈനി എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. 3 പെരുന്നാളുണ്ടെന്ന് ആക്കി. എന്നിട്ട് എന്ത് ചെയ്ത്? ഒന്ന് ഈദു മീലാദിൻ നബി, നബി ജനിച്ച ദിവസത്തിന്റെ പെരുന്നാൾ, അങ്ങനെ ഒരു പെരുന്നാൾ ദിവസം പ്രഖ്യാപിച്ചു. വേറൊരു കൂട്ടം ആളുകൾ പറഞ്ഞു ഒരു പെരുന്നാൾ എന്ന നിലയിൽ അന്ന് നോമ്പെടുക്കൽ ഹറാമാണ്, കറാഹത്താണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ നോമ്പെടുക്കൽ ഹറാമാണ്, കറാഹത്താണെന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അന്ന് നോമ്പെടുക്കൽ സുന്നത്താണെന്നാ, അല്ലേ? തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചത്, അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ്. തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ചോദിച്ചു. സുഇല അൻ സൗമിൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് ഫീഹി വുലിത്തു, അന്ന് ഞാൻ പ്രസവിക്കപ്പെട്ടതാണ്. ഫീഹി ഉബഅസു, അന്നാണ് എന്നെ പ്രവാചകനായി നിയോഗിച്ചത്. ഫീഹി ഉൻസില അലയ്യ അൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അന്നാണ്. അന്ന് നോമ്പെടുക്കൽ ഹറാമാണെന്ന് പറഞ്ഞു. ഇതാണ് നസീ. ഈ നസീ നമ്മളുടെ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് വ്യാപകമായി കൊണ്ടായിക്കൊണ്ടിരിക്കുക. പുണ്യം കൽപ്പിക്കുക ഒരു ദിവസത്തിന്. റബീഉൽ അവ്വൽ മാസത്തിൽ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പരിശുദ്ധ ഖുർആനും ഹദീസുകളും രേഖപ്പെടുത്തിയിരിക്കുന്ന ഗൗരവമായ 2 കുറ്റങ്ങൾ, അതിൽ ഒന്നാമത്തെ കുറ്റം ശിർക്കാണ്. നമുക്കറിയാം, ഗൗരവമായ കുറ്റമായിട്ടാണ് ശിർക്കിനെ എണ്ണിയത്. ഒരിക്കലും അല്ലാഹു തആല പൊറുക്കൂല എന്ന് പറഞ്ഞ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക് ലിമൻ യശാ. അല്ലാഹു തആല ശിർക്ക് പൊറുക്കൂല, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇത് ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. എന്നിട്ട് പറഞ്ഞു വമൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഇഫ്തറ ഇസ്മൻ അദീമ, അത് ഗുരുതരമായ കുറ്റമാണ് അവൻ ചെയ്തിരിക്കുന്നത്, ആരോപിച്ചിരിക്കുന്നത്.
അപ്പൊ ഗുരുതരമായ ഒരു കുറ്റമായിട്ട് ശിർക്കിനെ എണ്ണി. ഞാൻ ഇന്നത് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ തിന്മയെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മുടെ ആളുകൾ ബോധവാന്മാരല്ല. അല്ല, അതാണ് ബിദ്അത്ത്. റബീഉൽ അവ്വലിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്താ? ബിദ്അത്തുകളുടെ ഒരു ലോകം സൃഷ്ടിക്കുകയാണ്. ശിർക്ക് പോലെ തന്നെ ഗൗരവമുണ്ട് ബിദ്അത്തിനും. നിസ്സാരായിട്ട് നമ്മൾ കാണണ്ട. നമ്മളിപ്പോ സത്യത്തിൽ സലഫുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളിൽ പോലും ചില ആളുകളിൽ ബിദ്അത്തിനൊന്നും വലിയ കുഴപ്പമില്ല എന്ന ഒരു കാഴ്ചപ്പാട് വന്നുകൊണ്ടിരിക്കുക. എല്ലാത്തിനോടും സഹകരിക്കുക. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എല്ലാം നടക്കട്ടെ, മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഗൗരവമുള്ളൊരു കാര്യമാണ് ബിദ്അത്ത്. അത് എങ്ങനെ നമ്മുടെ ഉള്ളിൽ വന്നു എന്നുള്ളത്. ഞാനൊരു സംഭവം പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് അദ്ദേഹം ഒരു സൈന്യത്തെ യുദ്ധാവശ്യത്തിന് വേണ്ടി നിയോഗിക്കുന്നത്. യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ പോയി. ഖലീഫയാണ് അദ്ദേഹം. അദ്ദേഹം യുദ്ധത്തിന് പോയിട്ടില്ല, സൈന്യം പോയി. സൈന്യം പോയിട്ട് സൈന്യത്തിന്റെ യുദ്ധം വിജയിച്ച് ആ വിജയ വാർത്ത ആദ്യം അറിയിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കും. ഇന്നത്തെ പോലത്തെ മൊബൈൽ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ആദ്യം ഒരാളെ പറഞ്ഞേക്കും. ബാക്കിയുള്ള ആൾക്കാർ യുദ്ധം കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയായിരുന്നു, യുദ്ധം കഴിഞ്ഞാൽ നബി അവിടെ എന്ത് ചെയ്യും? 3 ദിവസം താമസിക്കും. ഒരു യുദ്ധം കഴിഞ്ഞാൽ അവിടെ 3 ദിവസം താമസിക്കും. ആ യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ ആ 3 ദിവസം താമസിച്ചതിന് ശേഷമാണ് അവർ മടങ്ങുക. അപ്പൊ അതിനു മുമ്പ് വാർത്ത എവിടെ എത്തണം? മദീനയിൽ എത്തണം. അങ്ങനെ ആ വാർത്തയുമായിട്ട് ഒരാളെ പറഞ്ഞയച്ചു. അയാൾ വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങി, നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിയിച്ചു. അദ്ദേഹം ചോദിച്ചു, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായത്? എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം ഉണ്ടായത്? അദ്ദേഹം പറഞ്ഞു, വൈകുന്നേരമാണ്. യുദ്ധം തുടങ്ങിയത് രാവിലെ, അള്ളാഹിന്റെ സഹായം ഉണ്ടായത് വൈകുന്നേരം. അദ്ദേഹം കരഞ്ഞു. ഇപ്പൊ ബക്ക ഉമർ കരഞ്ഞു. അപ്പോ ഇയാൾ ചോദിച്ചു, ഈ വന്ന ദൂതൻ ചോദിച്ചു, ലിമ തബഖീക യാ ഉമർ, എന്തിനാ നിങ്ങൾ കരയണത്? ഒരു സന്തോഷ വാർത്തയല്ലേ ഇവിടെ പറഞ്ഞത്, അതിന് കരയേണ്ട ആവശ്യമില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്താനം ഇതാണ്: വല്ലാഹി മൽ കുഫ്റു യഖിഫു അമാമൽ ഇസ്ലാം മിൻ ഗുദുവത്തിൻ ഇല സവാൽ ഇല്ലാ മിൻ അംരിൻ അഹ്ദസ്തുമൂഹു അൻതും ഔ അന. അല്ലാഹുവിനെ തന്നെ സത്യം, നിങ്ങളുടെ മുമ്പിൽ, ഈമാനിന്റെ മുമ്പിൽ കുഫർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളോ ഞാനോ ഈ ദീനിൽ പുതിയതായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, ഒരു വിദ്യാർത്ഥി ചെയ്തിട്ടുണ്ട്. അതാ. ഇത് ഏത് കാലഘട്ടമാണെന്ന് നോക്കണ്ട, സഹാബികളുടെ കാലഘട്ടമാണ്. അവർ ഭയപ്പെട്ടിരുന്ന കാര്യമാണിത്. ബിദ്അത്ത് ചെയ്യുക എന്നുള്ളത് ഗൗരവത്തോടുകൂടെ വലിയ വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ മസ്ജിദിൽ നിന്ന് എവിടെ നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോ മസ്ജിദിൽ നിന്ന് എന്ത് ചെയ്തു? ദേഷ്യം പിടിച്ചിറങ്ങി വന്നു. എന്താ സംഭവം? ആ മസ്ജിദില് നിസ്കരിച്ചിരുന്ന ആരോ ഒരാള് ഒരു സുന്നത്ത് ഗൗരവത്തിൽ കണ്ടില്ല. അയാളുടെ പ്രവർത്തനം സുന്നത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനം ഇത് അബൂദർദാ റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം പറഞ്ഞ വർത്താനം എന്നറിയാമോ? മാ അഗ്ളബക ഫഖാല വല്ലാഹി മാ അഅരിഫു മിൻ ഉമ്മത്തി മുഹമ്മദിൻ ഷൈഅൻ ഇല്ലാ അന്നഹും യുസല്ലൂന ജമീഅ. മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി നിസ്കരിക്കുന്നു എന്നല്ലാതെ നബിയുടെ ചര്യ ഒന്നും ഒരാളുടെ ജീവിതത്തിലും ഇല്ല. ആ കാലഘട്ടത്തിലാ പറഞ്ഞത്. അപ്പൊ ഈ കാലഘട്ടത്തിലെ അവസ്ഥ എന്താ? ഒരിക്കൽ മദീനയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭൂകമ്പമൊക്കെ കഴിഞ്ഞ് ചെറിയ ചലനം ഉണ്ടായിട്ടില്ല, വലിയ ഭൂകമ്പമൊന്നുമല്ല, ചെറിയൊരു ചലനം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പള്ളിയിൽ വന്ന് മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു, അഹ്ദസ്തും, നിങ്ങൾ എന്തോ പുതിയത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടായത്. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇത് വന്നൊരു വഴിയുണ്ട് നമ്മുടെ ദീനിലേക്ക്. ബിദ്അത്ത് എന്ന് പറയുന്ന ആ ഗൗരവം വന്നൊരു വഴിയുണ്ട്. ആ വഴി നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം നമ്മുടെ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. നമ്മളിപ്പോഴും
ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നിസ്സാരം, വലിയ കുഴപ്പമില്ല. അവിടെ ഒരാള് ബിദ്അത്ത് ചെയ്യുന്ന ഒരാള് ഇമാമായി നിൽക്കുന്നുണ്ട്. അപ്പൊ വിളിച്ചു ചോദിക്കുക, മൗലവി ഞാൻ പോണ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ആള് ബിദ്അത്ത് ചെയ്യുന്ന ആളാണ്, ഞാൻ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? ചോദിക്കാനില്ലല്ലോ, ചോദിക്കാനില്ല. ബിദ്അത്ത് ചെയ്യുന്ന ആളുകളോട് നമുക്ക് അകലം പാലിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക്. ഇനി ഒരാൾ അവിടെ കയറി നിസ്കരിച്ച്, ബിദ്അത്ത് ചെയ്യുന്ന ഒരാളുടെ പള്ളി കയറി നമ്മൾ നിസ്കരിച്ച്, നിസ്കാരത്തിന്റെ ഹുക്കം എന്താ? നമുക്ക് മറുപടി പറയാം. നിസ്കാരത്തിന്റെ ഹുക്കം എന്താ? നിസ്കാരം സഹിയാകും, നിസ്കാരം സഹിയാകും, അത്ര തന്നെ. ഉദാഹരണത്തിന് ഒരാൾക്ക് വസ്ത്രമില്ല, അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു, പോകുന്ന വഴിക്ക് ഒരു തുണിക്കടയിൽ കയറിയിട്ട് കുറച്ച് വസ്ത്രം മോഷ്ടിച്ചു വസ്ത്രം. എന്നിട്ട് ആ വസ്ത്രം എടുത്തിട്ട് പോയി നിസ്കരിച്ചു. ആ നിസ്കാരത്തിന്റെ വിധി എന്താ? നിസ്കാരം സഹിയാകും. പക്ഷേ മോഷ്ടിച്ചതിന് എന്ത് ചെയ്യണം? കുറ്റക്കാരനാവും. നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവന് ചോദ്യം ചെയ്യൂല, മോഷ്ടിച്ചതിന്റെ പേരിൽ ചോദ്യം ചെയ്യും. അപ്പൊ ഇതിന്റെ ഗൗരവം നമ്മൾ ഈ സമുദായം ഉൾക്കൊള്ളണം. എന്തോ ആളുകൾക്കൊരു വാശി പോലെയാണ് ഇപ്പോ ഇത്. ഞങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഈ സമൂഹത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകും എന്നാൽ ഒരുതരം, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഒരുതരം ഒരു വൈകാരികമായ മൈൻഡിലേക്ക് ഈ റബീഉൽ അവ്വൽ മാസത്തെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പ്രഭാഷണങ്ങളും ഖുതുബകളും എങ്ങനെയായിരുന്നു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്, ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു, ഇദാ ഖത്തബ, ഖുതുബ നിർവഹിക്കുമ്പോൾ, ഇഹ്മറത്ത് ഐനാഹു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുമന്നു വരും, വഅലാ സൗതഹു, ശബ്ദം ഉയരും, വസ്തദ്ദ ഗളബുഹു, മുഖത്ത് ദേഷ്യം പ്രകടമാകും, ശക്തമാകും, ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഒരു സൈന്യത്തിനെ നയിക്കുന്ന ആൾ എത്ര ഗൗരവത്തോടു കൂടെ നിൽക്കുവോ അങ്ങനെ ഗൗരവത്തോടു കൂടിയാണ് ഖുത്ബ നിർവഹിക്കുക. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴുള്ള ഈ ഒരു രീതിയല്ല എന്റെ ഖുത്ബയിലുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എന്റെ ഖുത്ബയില് ഗൗരവം കൂടില്ല. അപ്പൊ പലരും പറയും ഖുത്ബ അങ്ങനെ ആക്കല്ലേ മൗലവി. പക്ഷെ അങ്ങനെയല്ല, ഖുത്ബ റസൂലുള്ള അങ്ങനെ ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടാകുമായിരുന്നു. ഏത് ഈ ഇളകണ ഒരു മെമ്പറാണ്, അപ്പൊ പിടിച്ച് കുത്തി നിൽക്കാൻ വേണ്ടി ഒരു വടി ഉണ്ടാകുമായിരുന്നു. ആ വടി വളഞ്ഞു പോകും, ഇങ്ങനെ കുത്തിയിട്ട് വളഞ്ഞു പോകും വടി. മെമ്പർ കുലുങ്ങാറുണ്ട് ചിലപ്പോ ഖുത്ബയുടെ ഗാംഭീര്യം കൊണ്ട്. ആ വാള് അതിന്റെ പേരിൽ പിടിക്കുന്നതാണെന്ന്, അതിന്റെ പേരിൽ വാള് പിടിക്കുന്നതാണ്. റസൂലുള്ളാഹി ഇത് വടി പിടിച്ചിരുന്നു. എന്തിനാണ്? ഈ മെമ്പർ നമ്മുടെ മെമ്പർ ആടിനാണെങ്കിൽ ഒരു വടി നമുക്ക് പിടിക്കൽ നമുക്ക് നല്ലതാണ്. സുന്നത്താന്ന് പറയാൻ പറ്റൂല. സുന്നത്താകണമെങ്കിൽ അതുമ്മേ പിൽക്കാലഘട്ടത്തിലുള്ള സഹാബികൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. നബിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളെയും സുന്നത്തായിട്ട് എടുക്കാൻ പറ്റില്ല. പ്രവാചകന്റെ ചില ചര്യകൾ, ആ ചര്യകൾ അവലംബിക്കാതെ പോയ കാര്യങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് തോന്നുന്ന ഒരു പുസ്തകമുണ്ട്. ഇന്ന് അത് വിപണിയിലില്ല. പുസ്തകം സുന്നത്തിന്റെ പ്രാധാന്യം എന്ന പേരിൽ ഒരു പുസ്തകം തന്നെയുണ്ട്. അതിൽ ഈ വിഷയം പറയുന്നുണ്ട്, അത് അവലംബിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളത്. എല്ലാം റസൂലുള്ളാഹി ചെയ്ത എല്ലാ കാര്യം. റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? 11 വിവാഹം കഴിച്ചിട്ടുണ്ട്, ഇല്ലേ? 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുമോ? അത് ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് ഒരു സ്ത്രീക്ക് പറയുകയാണ്, ഞാൻ അങ്ങക്ക് എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിക്കാഹ് ചെയ്തെടുക്കാം. ആ പെണ്ണിനെ നേരിട്ട് നിക്കാഹ് ചെയ്യാം. നമുക്ക് പറ്റുമോ? അത് ഇല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ ചെയ്തിരുന്നത് നമുക്ക് പറ്റാത്തതുണ്ട്. അപ്പോ ഇത് വടി കുത്തിപ്പിടിച്ചു, എന്നിട്ട് ഖുത്ബ നിർവഹിക്കുമ്പോൾ അത് വളഞ്ഞു പോകുമായിരുന്നു, മിമ്പർ ചലിക്കുമായിരുന്നു. ഗൗരവം വേണം, ഖുത്ബയ്ക്ക് ഗൗരവം വേണം. ഖത്തീബുമാരെ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത്തരം വിഷയങ്ങളിൽ വിലക്കരുത് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു ഖത്തീബ് സൗമ്യമായിട്ട് പറയണമെങ്കിൽ അയാളോട് ഗൗരവത്തിൽ പറയാനൊന്നും പറയാൻ നിൽക്കണ്ട, അയാളുടെ ഓരോരുത്തരുടെ ശൈലിയാണ്. പക്ഷെ എന്നോട് പലരും പറയാറുണ്ട്, മിമ്പറിന്റെ മുകളിലുള്ള വ്യക്തിയല്ല താഴെ എന്ന്. ശരിയാ, മിമ്പറിന്റെ മുകളിൽ നമ്മൾ ഗൗരവത്തിലായിരിക്കും, സ്ട്രോങ് ആയ കാര്യങ്ങളാ പറയുന്നത്. റസൂലുള്ളാഹിയുടെ ചര്യ അങ്ങനെയാണ്, റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് യഖൂലു,
ബുഇസ്തു അന വസ്സാഅത കഹാതൈനി. ഞാനും അന്ത്യനാളും ഇത്ര ദൂരമേ ഉള്ളൂ. ഇങ്ങനെ വിരലിങ്ങനെ അകത്തി വെച്ചിട്ട് പറയും, ഇത്ര ദൂരേ ഉള്ളൂ ഞാനും അന്ത്യനാളും. ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രകടമായ അടയാളം എന്താണ്? ലോകാവസാനത്തിന്റെ റസൂലിന്റെ ജനനാണ്. റസൂലായുള്ള നിയമനം തന്നെ ലോകാവസാനത്തിന്റെ പ്രധാനപ്പെട്ട അടയാളാണ്. ഹാറൂത്ത് മാറൂത്ത് ചോദിക്കുമല്ലോ. ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ രണ്ട് മലക്കുകളെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. ഹാറൂത്ത് മാറൂത്ത് ചോദിക്കും, അന്ത്യപ്രവാചകൻ ആഗമനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും ആഗമനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളോട് പറയുന്ന മറുപടി ഉണ്ട്, എങ്കിൽ ഞങ്ങൾക്ക് സമാധാനമായി, കാരണം ഞങ്ങളുടെ ശിക്ഷ കഴിഞ്ഞു. അവർ ഭൂമിയിലെ ശിക്ഷയെ തിരഞ്ഞെടുത്തത് ഹാറൂത്ത് മാറൂത്ത്. നമ്മൾ അത് വിശദീകരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഭൂമിയിലെ ശിക്ഷ തിരഞ്ഞെടുത്ത ഹാറൂത്ത് മാറൂത്ത് ബാബിലോണിയയിലെ ഒരു കിണറിൽ ഇന്നും ഉണ്ടെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രമാണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഭൂമിയിലെ ശിക്ഷ കഴിയാറായി എന്നർത്ഥം. അപ്പൊ അന്ത്യനാൾ ഞാനും ഇത്രയും അകലത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് വയഖൂലു, എന്നിട്ട് പറയും അമ്മാ ബഅദ്, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്, ഏറ്റവും നല്ല ഹദീസ് വർത്തമാനം അള്ളാഹിന്റെ കിതാബിലുള്ള വർത്താനാണ്. വ ഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദ്, ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബിയുടെ ചര്യയാണ്. വ ശർറുൽ ഉമൂർ മുഹദസാത്തുഹാ, കാര്യങ്ങളിൽ ഏറ്റവും ഷർറായ കാര്യങ്ങൾ മതത്തിൽ പുതിയതായിട്ടുണ്ടാക്കലാണ്. വ കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ മതത്തിൽ പുതിയതായി ഉണ്ടാക്കിയതും പഴച്ചു പോയതാണ്. വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ പഴച്ചതും നരകത്തിലാണ്. ബിദ്അത്തിന്റെ ഗൗരവമല്ലേ പറഞ്ഞത്? അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നിസാരമായി കണ്ടുപോകുന്നത്. അത് കുഴപ്പമില്ല, സാരമില്ല. സത്യത്തിൽ നമ്മുടെ സമുദായം ഇന്ന് ഭൂമിയിൽ നിലനിൽപ്പിനെ, അതിജീവനത്തെ തേടിക്കൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ രണ്ട് കാരണങ്ങൾ, ഒന്ന് സമൂഹത്തിൽ ബിദ്അത്ത് വർദ്ധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അത് ഷിയാക്കള് ജൂതന്മാര് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞത്. അപൂർവം ചില ആളുകൾ മാത്രമാണ് ആ ബിദ്അത്ത് എന്ന ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുള്ളൂ. എന്താ ബിദ്അത്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും മറുപടി ഉണ്ടോ? എന്താ ബിദ്അത്ത് എന്ന് ചോദിച്ചാൽ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹദസു ഫിദ്ദീനി ബഅദൽ ഇക്മാൽ എന്നാണ്. മതം പൂർത്തിയായതിനു ശേഷം മതത്തിൽ ഒരു കാര്യം പുതിയതായി ചെയ്യലാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൽ ആരാധന ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മതത്തിൽ പെടാത്ത കാര്യങ്ങൾ മതമാണെന്ന് കരുതിക്കൊണ്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ചോദിക്കും, ഒരു കാര്യം മതത്തിൽ പെടണമെങ്കിലുള്ള മാനദണ്ഡം എന്താ? അത്രേ ഉള്ളൂ, അള്ളാഹും റസൂലും കൽപ്പിക്കണം, അത്രേ ഉള്ളൂ. അള്ളാഹും റസൂലും കൽപ്പിച്ചാൽ അത് മതത്തിൽ പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദുഹു, നിങ്ങളുടെ റസൂല് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാക്കും അൻഹു ഫന്തഹു, റസൂല് നിങ്ങളെ തടഞ്ഞത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ചില ആൾക്കാരൊക്കെ ചോദിക്കും, ഈ നബിദിനം ആഘോഷിക്കണ്ട എന്ന് ഖുർആനിലും ഹദീസിലും തെളിവുണ്ടോ? അങ്ങനായിരിക്കും, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. സാധാരണ ആൾക്കാര് കേൾക്കണ ഒരു സാധാരണക്കാരനായ ഒരാള് പെട്ടെന്ന് സ്റ്റക്കാവും. ശരിയാണല്ലോ, നബിദിനം ആഘോഷിക്കണ്ട എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല അല്ലേ? മഗ്രിബ് 5 റക്അത്ത് നിസ്കരിക്കണ്ട എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. മഗ്രിബ് 5 റക്അത്ത് നിസ്കരിക്കണ്ട എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. സത്യത്തിൽ ഒരു കാര്യം വേണ്ട എന്നതിന് തെളിവ് ചോദിക്കാൻ പാടില്ല. ഒരു കാര്യം വേണ്ട എന്ന്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു മസാല, ഒരു അടിസ്ഥാന മസാലയുണ്ട് ദീനില്. എന്താ അടിസ്ഥാന മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയത്തിന്റെയും അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ് എല്ലാ ഇബാദത്തുകളുടെ അടിസ്ഥാനം. ഏതൊഴിച്ച്? അള്ളാഹുവും റസൂലും കൽപ്പിച്ചതൊഴിച്ച്. മനസ്സിലായില്ലേ?
അപ്പൊ നമ്മള് ചോദിക്കാണ്, സുബഹി നമസ്കാരം 4 റക്അത്ത് പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ പാടില്ല എന്നില്ല, 2 പാടുള്ളൂ എന്നുണ്ട്. 2 മതി എന്നുണ്ട്. അതിനർത്ഥം 4 പാടില്ല എന്നാണ്. അപ്പൊ ഇല്ല എന്നുള്ള ഏത് ഇബാദത്തിന്റെയും അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോ നമുക്ക് ഇഷാഇന്റെയും മഗ്രിബിന്റെയും ഇടയിൽ 2 റക്അത്ത് സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, സുന്നത്തില്ല. ചൊവ്വാഴ്ച ദിവസം നോമ്പെടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഏത് ചോദ്യം ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. അത് തന്നെയാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് ചെയ്തതായി തെളിവ് വേണം, അത്രേ ഉള്ളൂ. കാരണം മുആമലാത്തുകളുണ്ട്, ഇബാദത്തുകളല്ലാത്ത മുആമലാത്തുകൾ. ആ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സാധാരണ പ്രവർത്തനങ്ങൾ. ഒരു ചായക്കട തുടങ്ങുന്നു, അതല്ലെങ്കിൽ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മൾ ഒരു ബിൽഡിങ് പണിയുന്നു, നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. അതിന്റെ എല്ലാം അടിസ്ഥാനം എടുത്താൽ അതൊക്കെ അനുവദനീയമാണ്. എല്ലാം പറ്റും, എന്ത് പണിയും ഇവിടെ ചെയ്യാൻ പറ്റും, ഏതൊഴിച്ച് അള്ളാഹും റസൂലും ഹറാമാക്കിയത് വെച്ച്. ഇതൊരു അടിസ്ഥാന തത്വമാണ്. ഈ അടിസ്ഥാന തത്വത്തെ അറിയാത്ത ആളുകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരിജ്ഞാനമില്ലാത്തവരുടെ മുമ്പിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നബിദിനം ആഘോഷിക്കുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ നബിദിനം ആഘോഷിക്കരുത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ആഘോഷിച്ചൂടെ? ഇത് ആളെ ഒരു പൊട്ടന്മാരാക്കാനുള്ള പരിപാടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നഹു ലൈസ ഷൈഉൻ യുഖദ്ദിബുക്കും ഇലൽ ജന്നത്തി ഇല്ലാ ഖദ് അമർതുക്കും ബിഹി. സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. റസൂലുള്ള കൽപ്പിച്ചു കഴിഞ്ഞ്. നരകത്തിൽ പോകുന്നതിന് തൊട്ട് കാവൽ തേടാനുള്ള കാര്യങ്ങൾ നിന്ന് അള്ളാഹു റസൂൽ തടയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ റസൂൽ കൽപ്പിച്ചാൽ അത് നിർബന്ധമായ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കൽ ബാധ്യതയാണ് നമുക്ക്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ തൊട്ട് മുമ്പാണല്ലോ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സൈന്യാധിപനായിട്ട് നിയോഗിക്കുന്നത് ഒരു യുദ്ധത്തിന് വേണ്ടി. അങ്ങനെ അവിടുന്ന് ഷാമിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തി ഷാമിലേക്കുള്ള യാത്രയിൽ ഖസ്ബ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എത്തിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ വഫാത്താകണം. ഒരു സൈന്യത്തെ അയച്ച ഉസാമത്ത് ബിൻ സെയ്ദാണ്. ചെറിയ ചെക്കനാട്ടോ, ചെറിയ ആളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോകുന്ന സൈന്യം ഷാമിലേക്ക് പോകുന്ന വഴിക്ക് ഇടയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി വഫാത്തായി എന്നുള്ള വിവരം കിട്ടി. അവരവിടെ നിന്നു. സൈന്യം പിന്നെ മുന്നോട്ട് നീങ്ങിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മറവ് ചെയ്തു. പുതിയ ഭരണാധികാരി വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്ത ഉടനെ ആദ്യം എടുത്ത തീരുമാനം ആ സൈന്യത്തോട് വിക്കോളാൻ പറയാനായിരുന്നു. അപ്പോ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, നമുക്കിപ്പോ അയക്കണം, കാരണം റസൂലുള്ളാഹിയുടെ വിയോഗം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ആ സൈന്യത്തെ ഇനിയും നമ്മൾ ഇപ്പൊ തന്നെ അയക്കേണ്ടതുണ്ടോ, തിരിച്ചു വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ വർത്താനം എന്താണെന്നറിയാമോ? ലൗ ലനൻതു അന്ന സബാ തഖ്തഫ്നി ലംഫത്തു ബഅസ ഉസാമ. ഒരു വന്യജീവി വന്നിട്ട് എന്നെ കടിച്ചു തിന്നുന്നു എന്ന് പറഞ്ഞാലും ഞാൻ ഉസാമേനെ അയക്കും. കാരണം ഉസാമേനെ കമാ അമറ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ള കൽപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി അത് മുടക്കാൻ എനിക്ക് കഴിയില്ല. റസൂലിന്റെ കൽപ്പന അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ ഒരു കൽപ്പനയ്ക്ക് പ്രാധാന്യമുണ്ട്, അത്രയും പ്രാധാന്യം കൽപ്പനയ്ക്കുണ്ട്. അതുപോലെ പ്രാധാന്യമുണ്ട് കൽപ്പിക്കാത്ത കാര്യങ്ങളെ ഒഴിവാക്കുന്നതിനും പ്രാധാന്യമുണ്ട്. മതമാണെന്ന് കരുതിക്കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ മതമാണെന്ന് കരുതുന്ന കാര്യം പുണ്യകരമാകും. അങ്ങനെ വരുമ്പോൾ പുണ്യ റബീഉ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് മതത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യം എന്നർത്ഥം. സ്നേഹത്തിന്റെ ഭാഗം അത് വേറെ ചർച്ച. ഇവിടെ ഭയങ്കര തട്ടിപ്പ് നടത്തിയ ഒരു വിഷയമാണ് പ്രവാചക സ്നേഹം എന്നുള്ളത്. ഭയങ്കര തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. എന്താ തട്ടിപ്പ് എന്ന് പറഞ്ഞാല്,
അതായത് ഖുർആനിലും ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഹുബ് എന്ന പ്രയോഗമാണ്. മഹബ്ബത്തു റസൂലില്ല എന്നാണ്, അല്ലെ? ഹുബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വ്യവസ്ഥാപിതമായിരിക്കും എന്നർത്ഥം. വ്യവസ്ഥാപിതമായിരിക്കും ഹുബ്. ഇപ്പോ സ്നേഹപ്രകടനത്തിന് ഇഷ്ക് പറയും, ഹുബ് പറയും, മവദ്ദത്ത് പറയും. ഇതൊക്കെ സ്നേഹത്തിന് വേണ്ടി പറയുന്ന വാക്കാണ്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അനുരാഗം, അതിന് അതിരില്ല, അനുരാഗത്തിന് അതിരില്ല. മവദ്ദത്ത് എന്ന് പറഞ്ഞാല് അതിന് പ്രത്യേകമായ ഒരു രീതിയുണ്ട്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ അതിന് ചേരണം. അത് ഭാര്യ ഭർത്താവിന്റെ മേൽ ഉണ്ടാകുന്ന ഒരു, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയുടെ മേൽ ഉണ്ടാകുന്ന ആ സ്നേഹത്തിന്റെ പേരാണ് മവദ്ദത്ത്. അത് 3 കാര്യങ്ങൾ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതേപോലെ ഒരു കാര്യം ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് എനിക്ക് മഹബത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ല മവദ്ദത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 3 കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാര്യക്ക് കൊടുക്കുന്നു. ഏതൊക്കെയാ? 1 പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി. 2 സേഫ്റ്റി. 3 സപ്പോർട്ട്. അല്ല, 1 സേഫ്റ്റി, 2 ലവ്, 3 സപ്പോർട്ട്. ഇത് 3ഉം ഞാൻ എൻ്റെ ഭാര്യക്ക് കൊടുക്കുമ്പോഴാണ് ഞാൻ അവളോട് മവദ്ദത്തുള്ള ആകുള്ളൂ. അതായത് ഞാൻ അവൾക്ക് പരിരക്ഷണ കൊടുക്കും, സംരക്ഷണം കൊടുക്കും, ഞാൻ അവളെ സ്നേഹിക്കും, ഞാൻ അവൾക്ക് സപ്പോർട്ട് കൊടുക്കും. ഒരു പാത്രം താഴെ വീണ് പൊട്ടിയാൽ അവളോട് ഷൗട്ട് ചെയ്യില്ല, അത് സാരില്ല, നിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല, സാരില്ല, കുഴപ്പമില്ല, ഞാനില്ല. ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ഭാര്യയാണ് നമ്മുടെ ഒപ്പമുള്ളെങ്കിൽ അവൾക്ക് ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ളതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവള് പുറത്തുപോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവളാണെങ്കിൽ വേണ്ടെന്ന് പറയണ്ട, അസൗകര്യമല്ല, മറിച്ച് അവൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനാവശ്യമായ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. ഈ ചെയ്യുന്ന ആ കാര്യത്തിനാണ് എന്ത് പറയണത്? ഞാൻ എൻ്റെ ഭാര്യയോട് മവദ്ദത്തുള്ള ആളാണെന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ ഞാൻ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു മവദ്ദത്ത് തന്നു. അതിതാണ്. എന്നാൽ ഭാര്യ തിരിച്ച് ഭർത്താവിനോട് മവദ്ദത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണ് പറയാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭർത്താവിനെ പൂർണ്ണമായും വഴിപ്പെടുന്നു, അവനെ മനസ്സിലാക്കിക്കൊണ്ട്. മനസ്സിലാക്കാതെന്നല്ല, ഭർത്താവിനെ മനസ്സിലാക്കുക ഭാര്യ. അത് വലിയ കാര്യമാണ്. അയാളെ മനസ്സിലാക്കുന്നില്ല, അയാളെ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അവളെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ ഈ 3 വാക്കുകളുടെ ഇടയിൽ വലിയ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നമ്മുടെ സമുദായത്തിന്റെ ആളുകൾ. എന്താ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്? ഇഷ്ക് എന്ന് പറഞ്ഞാൽ അന്ധമായ പ്രണയമാണ്, അനുരാഗമാണ്. അതിന് എന്തില്ല? അതിരുകളില്ല. അതിനെ കൊണ്ടുപോയിട്ട് മഹബത്തിലേക്ക് കൊണ്ടുവച്ചു, പ്രവാചക സ്നേഹത്തിലേക്ക് കൊണ്ടുവച്ചു. അല്ലെ? ഇഷ്കെ റസൂൽ എന്നല്ലേ എഴുതാറ്, അല്ലെ? ഇഷ്കെ റസൂൽ. ഹുബ്ബുർ റസൂൽ എഴുതലില്ല, ഹുബ്ബുർ റസൂൽ വളരെ കുറവാണ് എഴുതല്. ഇഷ്ക് റസൂലാണ്. ഇഷ്ക് റസൂലിനോട് ഇഷ്ക് കൽപ്പിച്ചിട്ടില്ല, നമ്മളോട് ഹുബ്ബേ കൽപ്പിച്ചിട്ടുള്ളൂ. ഹുബ്ബ് ഉണ്ടാകണമെങ്കിൽ ആളെ നേരിട്ട് കാണണം നിർബന്ധമൊന്നുമില്ല. അയാളുടെ അഭാവത്തിലും എന്ത് ചെയ്യാം? ഹുബ്ബ് ഉണ്ടാകാം. എന്നാൽ ഇഷ്കിന് എന്ത് പറ്റില്ല? അത് പറ്റില്ല. ഇഷ്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ത് ചെയ്യണം? കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പൊ ആണും പെണ്ണും തമ്മിൽ ഉണ്ടാകുന്ന പ്രണയമല്ലേ, ആ പ്രണയം അത് പരസ്പരം കാണണം എന്നുള്ള ഒരു ഇതുണ്ട്. ഒരു കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കും, കാണാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. കാണാതെ ഇരിക്കും തോറും ആ പ്രണയത്തിന്റെ തീവ്രത കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഹുബ്ബ് അങ്ങനെയല്ല. ഹുബ്ബ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. എന്നാൽ ഇത് നല്ല നിലക്ക് നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചു. എന്നിട്ട് പ്രവാചക സ്നേഹം ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ കാണിച്ചാലാണ് പ്രവാചകനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് ആക്കി തീർത്തു. എന്തുമാകട്ടെ, ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, മൗലവി നിസ്കരിക്കാൽ അല്ലെങ്കിൽ നോമ്പെടുക്കല്, വിക്റ് ചെല്ലല്,
സലാത്ത് ചെല്ലല് അതൊക്കെ എങ്ങനെ ബിദഅത്താകുക? അതെങ്ങനെ ബിദഅത്താകുക? ഒരു ചോദ്യമാണ് പല ആൾക്കാരും ചോദിക്കാറുള്ളത്. സഅദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്, താബിഈയാണ്. അദ്ദേഹം അന്നഹു റഅ റജുലൻ യുസല്ലി ബഅദ തുലൂഇൽ ഫജ്ർ, ഒരു ഉദാഹരണമാണിത്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാള് നിസ്കരിക്കുന്നതായിട്ട് കണ്ടു. അക്സറ മിൻ റക്അത്തൈനി, 2 റക്അത്തിന്റെ മുകളിലേക്ക് കുറെ നിസ്കരിക്കുകയാണ്. യുക്സിറു ഫിഹ റുകൂഅ വസ്സുജൂദ്, ധാരാളം റുക്കുവും ധാരാളം സുജൂദൊക്കെ ചെയ്തുകൊണ്ട് സുബഹി നിസ്കരിച്ചിട്ട് ഒരാൾ നിസ്കരിക്കുക, ഇത് കണ്ടു. ഫനഹാഹു, സഅദ് ഇബ്നു മുസയ്യിബ് താബിഈയാണ്, അദ്ദേഹം തടഞ്ഞു, പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചൊരു ചോദ്യമാണ്, യാ അബാ മുഹമ്മദ് യുഅദ്ദിബുനില്ലാഹു അൻ അസ്സലാത്ത്, നിസ്കരിച്ചാൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുമോ? പ്രധാനമായ ചോദ്യമാണ്. ഇന്ന് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ. സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു ശിക്ഷിക്കുമോ? ദിക്ർ ചെയ്താൽ അള്ളാഹു തആല ശിക്ഷിക്കുമോ? അതിന് സഅദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി ഇല്ല. നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കൂല. വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, സുന്നത്തിന് എതിര് പ്രവർത്തിച്ചതിന് അള്ളാഹു തആല ശിക്ഷിക്കും. അപ്പൊ സുന്നത്തിന് എതിരാണത്. ആ സുന്നത്തിനെതിര് പ്രവർത്തിച്ചാൽ അവിടെ ശിക്ഷയുണ്ട്. അത് ബിദ്അത്തായി മാറുമെന്നർത്ഥം. നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു സംഭവം ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് വായിക്കൽ അനിവാര്യമാണ്. നമ്മൾ പല വിഷയങ്ങളും പറയുമ്പോൾ പറയാറുള്ള ഒരു വിഷയമാണ് ജാഅ സലാസത്തു റഹ്തിൻ ഇലാ ബുയൂത്തി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കൂട്ടം ആളുകൾ, 3 കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീട്ടിൽ പോയൊരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. അവരെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ എങ്ങനെയാണെന്നാ ചോദിച്ചത്. അപ്പോ ആ ഭാര്യമാര് പറഞ്ഞു, റസൂൽ നിസ്കരിക്കുന്നതും ഇബാദത്ത് എടുക്കുന്നതൊക്കെ എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അന്നകും തഖാല്ലൂഹ, അതൊരു കുറവാണ്, പോരാ. എന്നിട്ട് അവര് പറഞ്ഞു, വഅൈന നഹ്നു മിനൻ നബി ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. നബിയും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? നബിക്ക് അത്രയൊക്കെ ചെയ്താൽ മതി. കാരണം നബിയുടെ എല്ലാ കുറ്റവും അള്ളാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട? നബീനെ പോലെ നമ്മൾ ആകണ്ട, നമ്മൾക്ക് കുറച്ചും കൂടെ മാറ്റം വേണം. അമ്മ അന ഫഇന്നി ഉസല്ലി ലൈല അബദ, ഒരാൾ പറഞ്ഞു ഞാൻ ഇന്നു മുതൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും. വൽ ആഖറു അന അസൂമു ദഹ്റ വലാ ഉഫ്തിറു, രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും, നോമ്പ് മുറിക്കൂല, എല്ലാ ദിവസവും നോമ്പെടുക്കും. മൂന്നാമത്തെ ആൾ പറഞ്ഞു അന അഅ്തസിലുൻ നിസാഅ ഫലാ അതസവ്വജു അബദ, ഞാൻ കല്യാണം കഴിക്കൂല, ഞാൻ ബ്രഹ്മചാരിയായി തുടരും. ആ മൂന്നാമത്തെ ആൾ നമുക്ക് മാറ്റിവെക്കാം. ബാക്കി രണ്ടാൾ എടുക്കാം. നമ്മുടെ പള്ളിക്കലത്തെ ഉസ്താദ് മുഖ്രി അല്ലെങ്കിൽ ഉസ്താദ് എല്ലാ ദിവസവും രാത്രി പാതിരാത്രി ഫുള്ള് നിന്ന് നിസ്കരിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ടെന്ന് കൂട്ടിക്കോ. മൂപ്പര് എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന ആളാണെന്ന് കൂട്ടിക്കോ. നമ്മുടെ നാട്ടിൽ അയാളെ പറ്റി എന്തായിരിക്കും അഭിപ്രായം? നല്ല ഉസ്താദാന്നല്ലേ പറയും, നല്ല ഉസ്താദ് അല്ലേ? മൂപ്പര് എല്ലാ ദിവസവും നോമ്പാണ്, മൂപ്പര് എല്ലാ രാത്രി ഉറങ്ങൂല, മൂപ്പര് രാത്രി മുഴുവൻ നിസ്കാരാണ്, ഭയങ്കര ആളാണ്, വലിയാണ് മൂപ്പര് എന്നൊക്കെ പറയും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വർത്താനം കേട്ടപ്പോ ചോദിച്ചത് അന്തുമുല്ലദീ ഖുൽതും കദാ വകദാ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞോന്ന് ചോദിച്ചു. അവര് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാ വഅത്ഖാകും ലഹു, നിങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾ ഞാനാണ്. ലാകിന്നി അസൂമു വ ഉഫ്തിറു, ഞാൻ നോമ്പെടുക്കും, ഞാൻ നോമ്പ് മുറിക്കും. വ ഉസല്ലി വ അർഖുദു, ഞാൻ രാത്രി നിസ്കരിക്കും, രാത്രി കിടന്നുറങ്ങും ചെയ്യും. വ അതസവ്വജു നിസാ, ഞാൻ ഭാര്യമാരുമായിട്ട് ഇണപഴകി ജീവിക്കുകയും ചെയ്യാറുണ്ട്. എന്നിട്ട് പറഞ്ഞ വാക്കാണ് ഈ ഇമ്പോർട്ടന്റ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തും വിട്ടൊരാൾ പോയാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പൊ സുന്നത്ത് എന്ന ഒരു അതിർവരമ്പ് വെച്ചിട്ടുണ്ട്. സുന്നത്താണ് എന്ന് കരുതി എല്ലാം ചെയ്യാം അല്ല, സുന്നത്ത് എന്ന ആ അതിര് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വരണം. അഖ്വാല് വാക്കിൽ അല്ലെങ്കിൽ ഫിഅൽ പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ തഖരീറാത്ത് അനുവാദം, മൗനാനുവാദം,
അത് ചെയ്തപ്പോ മിണ്ടാതെ ഇരുന്നിട്ടുണ്ടാകും. ചിലപ്പോൾ റസൂൽ ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ റസൂൽ അത് വെറുത്തിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല. അങ്ങനെ വരും. ഇപ്പൊ ഉടുമ്പിന്റെ മാംസം അല്ലേ, ഉടുമ്പിന്റെ മാംസം നബിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. നബി അത് തിന്നാൻ വേണ്ടി ഒരുങ്ങുമ്പോഴോ മറ്റോ പറഞ്ഞു, നബി അത് ഉടുമ്പിന്റെ മാംസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റി വെച്ചു. അപ്പൊ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, നബിയെ ഹറാമാണോ? റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങൾ തിന്നാറില്ല. അവർ തിന്നു, ബാക്കിയുള്ളവർ തിന്നു, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. റസൂലുള്ളാഹി ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, നമ്മൾ ചെയ്തെന്ന രീതി കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, ഹലാലാണ്, നമുക്ക് അനുവദനീയമാണ്. അപ്പൊ അങ്ങനെയുള്ള ചില പ്രവാചകൻ കൊടുക്കുന്ന മൗനാനുവാദങ്ങൾ, സമ്മതങ്ങൾ, ഇതൊക്കെ അടങ്ങുന്നതാണ് സുന്നത്ത്. ആ സുന്നത്ത് അല്ലാത്ത കാര്യങ്ങളെല്ലാം ബിദ്അത്ത് തന്നെയാണ്. അതിനെ ഈ ശിർക്കിന് നമ്മൾ കാണുന്ന അതേ ഗൗരവം നമ്മൾ കാണണം. നിങ്ങളോട് പറഞ്ഞാല് നിങ്ങൾ പോയിട്ട് ഒരു ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യൂ? ഇല്ല. നിങ്ങൾ ഒരു ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരാളെ കണ്ടാല് അയാളുടെ പുറകിൽ പോയിട്ട് നിങ്ങൾ നിസ്കരിക്കൂ? നിങ്ങൾ അതിന് മടി കാണിക്കൂലേ? പിന്നെ എന്തുകൊണ്ട് ഒരു ബിദ്അത്ത് ചെയ്യുന്ന ആളെ ചൂണ്ടിയിട്ട് അയാളുടെ പുറകിൽ ഞാൻ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിക്കണേ? ഏതർത്ഥത്തിലാ? പറയാം, അസ്നത്ത് പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ടെന്ന്. എങ്ങനെ ശരിയാവും? നമ്മളെ ഗൗരവത്തിൽ തന്നെ കാണണം, നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദ്അത്ത് ചെയ്യുന്നവരുണ്ട്, അല്ലേ? ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, ഏതൊരു രക്ഷിതാവിന്റെ കയ്യിലാണോ എന്റെ ആത്മാവ്, ആ രക്ഷിതാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ലതദ്ഹറന്നൽ ബിദ്ഉ ഹത്താ യുറാ മിനൽ ഹഖ് ഇല്ലാ ഖദ്റു മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിനൻ നൂർ. ഒരു കാലഘട്ടത്തിൽ ബിദ്അത്ത് വ്യാപകമാകും. അന്ന് ഹക്ക്, അതായത് സുന്നത്ത്, രണ്ട് പാറയുടെ ഇടയിൽ കൂടെ വെളിച്ചം വരുന്നത് പോലെ മാത്രമേ ഉണ്ടാകുള്ളൂ. അത്രമാത്രം ബിദ്അത്ത് വ്യാപകമാകും. വല്ലാഹി ലതഫ്ശുവന്നൽ ബിദ്ഉ, അല്ലാഹനെ തന്നെ സത്യം, ബിദ്അത്ത് വ്യാപകമാകും. ഹത്താ ഇദാ തുരിക മിൻഹാ ശൈഉൻ, ആ ബിദ്അത്തിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും ഒഴിവാക്കിയാൽ ആളുകൾ പറയും തുരിക്കത്തി സുന്നത്തോ, അയാൾ സുന്നത്തിനെതിരാണെന്ന് പറയും, സുന്നത്ത് ഒഴിവാക്കി എന്ന് പറയും, അല്ലെ? ഇന്ന് മൗലൂദിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ എന്താ പറയാ? മൂപ്പര് സുന്നത്തിനെതിരാണെന്ന് പറയും. നബിദിനത്തിൽ പോയില്ലെങ്കിൽ പറയും മൂപ്പര് മുബ്തദിയാണ്, ബിദ്അത്ത് ചെയ്യുന്ന ആളാണ്. ഇത് നബിദിനത്തിൽ പങ്കെടുക്കാത്ത ആളെ പറ്റി എന്താ പറയണത്? മൂപ്പര് മുബ്തദിയാണ്. ശരിയല്ലേ? റസൂലിന്റെ സുന്നത്ത് എന്താണോ, നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന റസൂലിന്റെ സുന്നത്തല്ല. ആ കൂട്ടുപ്രാർത്ഥന നിർവഹിക്കാതെ സ്വന്തമായി നമ്മളിപ്പോ ചെയ്യുന്നത് പോലെ പ്രാർത്ഥനകൾ നിർവഹിച്ചാൽ നമ്മൾ മുബത്തദിയായി. എന്നാ കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണ്, അത് ചെയ്യുന്ന ആളോ സുന്നിയായി. ഇല്ലേ? നമ്മുടെ നാട്ടില് സുന്നി എന്ന് പറഞ്ഞപ്പോ ആരാ? മറ്റുള്ളവരാ. അത് തന്നെ നമ്മുടെ ഒരു പ്രയോഗത്തിൽ വന്ന അബദ്ധാണ്. പ്രയോഗത്തിൽ വന്നാൽ അബദ്ധാണത്. ആ പ്രയോഗം തന്നെ തെറ്റാ. സുന്നി എന്ന് പറഞ്ഞാൽ അത് നമ്മളാ. അവരെ പിന്നെ മാന്യതയുടെ ഭാഷയിൽ എന്ത് ചെയ്യാം? ആ സംഘടനയുടെ പേര് ചേർത്ത് വിളിക്കാം, അത്രേ ഉള്ളൂ. എട്ടെല്ലാം ബിദ്അത്ത്. അങ്ങനെ ഈ പുതിയ പ്രസ്ഥാനമായിട്ടില്ലേ, പ്രവാചക കേശം അര സെന്റിമീറ്റർ നീളം വെച്ചു അത്രേ. മൂപ്പര് പറയാൻ വേറൊന്നുമില്ല. നിമിഷപ്രിയയുടെ കേസിൽ നിന്ന് തടി ഊരാൻ വേണ്ടി നാണക്കേട് മറക്കാൻ എന്തെങ്കിലും പറയണ്ടേ? നിമിഷപ്രിയയുടെ കേസിൽ നാണക്കേട് വന്നല്ലോ മൂപ്പർക്ക്. ആ നാണക്കേട് മറക്കാൻ വേണ്ടി ഇപ്പൊ പറയാണ് പ്രവാചക കേശം അര സെന്റിമീറ്റർ നീളം വെച്ചു എന്ന്. ശ്രദ്ധിക്കാത്തോണ്ടാണ്. മൂപ്പര് എല്ലാ കൊല്ലവും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് മീറ്ററോളം വലുതായിരുന്നു. ആളുകളെ പറ്റിക്കുക ദീനിന്റെ പേരിൽ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ഭൗതിക കാര്യത്തിന് ഒരാളെ പറ്റിച്ച് അത് അവന്റെ സാഹചര്യം കൊണ്ട് അവൻ പറ്റിച്ചു നോക്കാം. ഒരു മോശപ്പെട്ട വസ്തു നല്ലതാണെന്ന് കരുതി കച്ചവടം ചെയ്തു, അവന്റെ സാഹചര്യം കൊണ്ട് ആ കച്ചവടം ചെയ്യുന്നു കൂട്ടാം, അല്ലേ? ഒരു ഹറാമ് ചെയ്ത് അതിന്റെ ശിക്ഷ അവൻ കിട്ടും. എന്നാൽ ദീനിന്റെ പേരിൽ ആൾക്കാരെ പറ്റിച്ചിട്ട് അവരെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിപ്പിച്ചുള്ള അവസ്ഥ എന്തിച്ചു?
എത്രമാത്രം പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മള് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിനെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. ബോധവൽക്കരിക്കുക, സമൂഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ പിരിവിനൊക്കെ പിള്ളേര് വരും, താലിമീങ്ങളൊക്കെ വീട്ടിൽ വരും, പിരിവിന് വരും, എൻ്റെ അടുത്തും വരാറുണ്ട്. ഞാനൊരു വഹാബിയാണെന്ന് കരുതിക്കൊണ്ടല്ല അവർ വരണം, അറിഞ്ഞിട്ടല്ല വരണത്. ഒരാൾ താടിയൊക്കെ വെച്ചിട്ട് അത്രേ കണ്ടിട്ടുള്ളൂ, എന്റെ വ്യക്തിയാണെന്ന് അറിയില്ല. വരുമ്പോ അവരെ വിളിച്ച് നല്ലപോലെ പറയും, ഇത് തെറ്റാണ്, അതിന് ഞാൻ നിങ്ങൾക്ക് പൈസ തരില്ല എന്ന് കരുതിയാൽ വന്ന ആളെ മടക്കി അയക്കാൻ പാടുണ്ടോ? വന്ന ആളെ മടക്കി അയക്കരുത്. അവൻ ചോദിച്ചു വന്നവനാ, ചോദിച്ചതിന് പൈസ ഇല്ല. ഇത് നിനക്ക് ചായ കുടിക്കാൻ, അത് ഇതിൽ പെടുത്തണ്ട, നീ പോയി ചായ കുടിച്ചോ. ചിന്തിക്കും. ഈ പൈസ മേടിച്ചു പോയ ഒരു മുസ്ലിയാര്, ചെറിയ കുട്ടിയാട്ടാ, ഒരു 18-19 വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ. പൈസ മേടിച്ചു പോയി. അവനങ്ങനെ അങ്ങനെ അത്ഭുതപ്പെട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. പൈസ മേടിച്ചിട്ട് പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. നിങ്ങൾ ഉസ്താദാണോ എന്ന് ചോദിച്ചു. എന്താ കാര്യം? മോൻ പറഞ്ഞോ, കാര്യം പറഞ്ഞോ. അല്ല, എന്തിനാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്? അപ്പോഴാണ് ആ കുട്ടി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പം പിടിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ ആയിക്കോട്ടെ എന്നാ പിന്നെ കാണാൻ, എന്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് പോയി. അത് ചിന്ത ഉള്ള ആളുകൾക്കുള്ളതാണ്. അത് ചിന്തിക്കും, അത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രബോധന പ്രവർത്തനമാണ് ബിദ്അത്തിൽ നിന്നും അവരെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനം. ഇത് എനിക്ക് ബാധകമല്ല, ഞാൻ എല്ലാം നടക്കട്ടെ, ഇവിടെ എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ദീനിന് എതിരാണ്. നമ്മുടെ സമുദായത്തിനെ പറ്റിയ ഏറ്റവും വലിയ ആപത്താണ്. നല്ലതാണെന്ന് കരുതിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. ആരെങ്കിലും നബിദിനത്തിന് പൈസ കൊടുക്കുന്നത് മോശമാണെന്ന് കരുതിക്കൊണ്ടാണോ? നല്ലതാണെന്ന് കരുതിക്കൊണ്ടാ. ഇപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുമായി നടത്തിയ ഒരു സംഭാഷണം ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. നമ്മൾ കേട്ട് പരിചയമുള്ള സംഭവം തന്നെയാണ്. കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ മനസ്സിലായിക്കോട്ടെ എന്ന് എഴുതിയാണ്. ഈ അബൂ മൂസ അശ്അരി ഈ താമസിക്കുന്നിടത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയതാണ്. അവിടെ ചെന്നപ്പോ അപ്പള്ളിയിൽ ഒരു കൂട്ടം ആളുകൾ ഹൽക്ക ഇട്ടിരുന്ന് വട്ടം കൂടിയിരുന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ദിക്റ് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക. എണ്ണം പിടിക്കാൻ കല്ലെടുത്ത് വെച്ചേക്കുക. കല്ലാണ് എണ്ണം പിടിക്കാൻ എടുത്തു വെച്ചേക്കണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയില് കല്ലോ തസ്ബീഹോ കൗണ്ടർ ദിക്റ് ചെല്ലണ ആ സാധനങ്ങളോ ഇതായിട്ടില്ല. അതിനെ ബിദ്അത്ത് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതാക്കുന്നില്ല. ഒരാൾ അങ്ങനെ ഒരു ഭൗതിക അവലംബം ഉണ്ടാക്കി എന്ന് കരുതി അതിനൊരു കുറ്റമായിട്ട് കാണാം. പക്ഷേ അതിന്റെ പിന്നിൽ വേറൊരു തത്വമുണ്ട്. ഈ തസ്ബീഹ് മാല എന്ന സംഭവത്തെ ഇവിടെ കൊണ്ടു നടന്നത് ആരാ? ജൂതന്മാരാണ്, ക്രിസ്ത്യാനികളാണ്, അല്ലെ? അവർക്ക് കൊന്തയില്ലേ? കൊന്തണ്ട് അവർക്ക്. ജൂതന്മാർക്കുണ്ട് തസ്ബീഹ് മാല. അതിന് കിട പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സമുദായത്തിലും തസ്ബീഹ് മാല ഉണ്ടായത്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നും കടമെടുത്തതായിട്ട് വരും. അതല്ലാത്തതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതല്ല, ആരുടെ ആചാരവുമായിട്ട് ഇതിനൊരു ബന്ധമില്ല, ആരുടെ സംസ്കാരവുമായിട്ട് ഇതൊരു ബന്ധമില്ല എങ്കിലായിക്കോട്ടെ. ഒരു ഭൗതിക സംഭവം ഉണ്ടാക്കി, ഇപ്പൊ നമ്മൾ നിസ്കരിക്കാൻ പള്ളികൾ ഉണ്ടാക്കുന്നത് പോലെ, ഇന്നത്തെ ആധുനിക ഈ പള്ളികൾ ഉണ്ടാക്കുന്നത് പോലെ, ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഒരാളെയും നമ്മൾ എന്തിനാ അനുകരിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഓക്കെ, മതവുമായിട്ട് ബന്ധമില്ല. മതവുമായിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ മതത്തിൽ പുണ്യമായിട്ട് കരുതണം അവര്. അപ്പോഴാണ് നമ്മുടെ ഇത് അനാചാരമായിട്ട് മാറുന്നത്. എന്തായാലും ഇതിങ്ങനെ ചെയ്തു. ഇത് കണ്ടപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? അഫല അമർത്തകും അൻ യഉദ്ദു സയ്യിആതിഹിം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ചെയ്ത തെറ്റുകൾ എണ്ണിക്കൂടെ? അതന്നെ കുറച്ചുകൂടെ നല്ലത്. തസ്ബീഹിനെ മാറ്റി വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യമാണിത്. ഇതൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ വർത്തമാനം, യാ അബാ അബ്ദുറഹ്മാൻ, ഇബ്നു മറ്റേ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്,
ഈ നറദിന ഇല്ലൽ ഖൈർ, ഞങ്ങൾ നല്ലതല്ലേ ചെയ്യണം, ഇതൊക്കെ നല്ല കാര്യമല്ലേ. അദ്ദേഹം പറഞ്ഞു എത്ര എത്ര നല്ല കാര്യങ്ങൾ പ്രതിഫലം കിട്ടാതെ പോകുന്നു. നല്ലതാണ് ചെയ്യണത്, പക്ഷെ കൂലി കിട്ടൂല, പകരം ശിക്ഷയാണ് കിട്ടുന്നത്. അപ്പൊ ഇത് ഗൗരവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പുതിയ ഒരു സിറ്റുവേഷൻ നമ്മൾ അതിനെ ആ ഗൗരവത്തിൽ തന്നെ ഇടപഴകണം. ബിദ്അത്ത് ഒന്നാമത് അറിയേണ്ടത്, ബിദ്അത്ത് അള്ളാഹു തആല അത് ചെയ്ത ആ പ്രവർത്തനങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കില്ല. മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ദീനിലില്ലാത്ത കാര്യം ഒരാൾ ചെയ്താൽ റദ്ദാണ്. അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. Allah ഒരു കാര്യം ഞാൻ മറന്നു പോകുന്ന രീതിയാണ്, ഉണർത്തട്ടെ. അതായത് വരുന്ന 2-ാം തീയതി കോട്ടക്കൽ IMB ഹാളിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ആശയസഹിതം എങ്ങനെ പഠിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു 1 ഡേ കോച്ചിങ് പരിപാടി നടക്കുന്നുണ്ട്. ഒരു ദിവസം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നിൽക്കുന്ന ഒരു ഫുൾ പ്രോഗ്രാം. അബ്ദുൽ ഖയ്യൂം ബുസ്താനി 2-ാം തീയതി ചൊവ്വാഴ്ച എങ്ങനെ ഖുർആൻ ആശയസഹിതം മനഃപ്പാടമാക്കാം. അവ 2 കാര്യങ്ങളാണ്. ആശയം പഠിക്കുന്നതിനെ പറ്റിയും അറിയാൻ പറ്റും, മനഃപ്പാടമാക്കുന്നതിനെ പറ്റിയും അറിയാൻ പറ്റും. അബ്ദുൽ ഖയ്യൂം ബുസ്താനിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഞങ്ങൾ ഒരു ടീം വർക്കാണത്. അപ്പോൾ കേരളത്തിലെ 20 സെന്ററുകളിലായിട്ടാണ് ആ പരിപാടി നടക്കുന്നത്. അതിൽ നമുക്ക് മലപ്പുറം ജില്ലയിൽ ഒരു സെന്റർ ഇവിടെയാണ്, നമ്മുടെ മനാറിന്റെ അണ്ടറിലാണ് വന്നേക്കുന്നത്. നമ്മൾ കോട്ടക്കൽ IMB ഹാളിലാണ് സൗകര്യപ്പെടുത്തുന്നത്. അപ്പോൾ ചെങ്കോട്ടി അൽമാസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് IMB ഹാള്. അപ്പോൾ അതിൽ പങ്കെടുക്കണമെങ്കിൽ ഒന്ന് നേരത്തെ രജിസ്റ്റർ ചെയ്യണം. എൻ്റെ വാട്സപ്പിലേക്ക് വിവരം അറിയിച്ചാൽ 9 മണി മുതൽ 4 മണി വരെ രജിസ്റ്റർ ചെയ്യണം. അപ്പോഴാണ്, കാരണം ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ളതാണ്. ഒരു സൗജന്യ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക. ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇനി നിങ്ങളുടെ മദ്രസകളിലെ അധ്യാപകന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെ എന്ത് ചെയ്യാം, ഇതിൽ പങ്കെടുപ്പിക്കാം. പക്ഷേ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്യണം, എങ്കിലേ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ആരംഭത്തിന് ഇത് ഇടയിലൊന്ന് ഉണർത്തിയെന്നുള്ളൂ. അപ്പൊ ബിദ്അത്ത് ചെയ്താൽ സംഗതി ബിദ്അത്ത് സ്വീകരിക്കൂല, അത് ശരി. പക്ഷേ ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ബിദ്അത്ത് അല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്താലോ? ബിദ്അത്ത് ചെയ്യുന്ന ആളാണ് അയാളുടെ ബിദ്അത്ത് അല്ലാത്ത പ്രവർത്തനങ്ങൾ അല്ലാഹ് സ്വീകരിക്കുമോ? അതുമില്ല. ഇമാം ഷാത്തിബി അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയത്തെ പറ്റിയുള്ള വലിയൊരു വിവരണത്തിന്റെ കൂട്ടത്തിൽ പറയാണ്, അമ്മ അന്നൽ ബിദ്അത്ത ലാ യുഖ്ബലു മഅഹ അമലുൻ. ബിദ്അത്ത് ചെയ്യുന്നവൻ, ആ ബിദ്അത്തിനോടൊപ്പം അവൻ ചെയ്യുന്ന ഒരു അമലും അല്ലാഹു തആല സ്വീകരിക്കൂല. ലാ യുഖ്ബലുല്ലാഹു മിൻ ദി ബിദ്അത്തിൻ സ്വലാത്തൻ വലാ സിയാമൻ വലാ സദഖത്തൻ വലാ ജിഹാദൻ വലാ ഹജ്ജൻ വലാ ഉംറത്തൻ വലാ സർഫൻ വലാ അദ്ലൻ വലാ വഖഅത്തിൽ ലഅനതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അഹ്ലിൽ ബിദ്അ. അയാളുടെ നിസ്കാരവും അയാളുടെ നോമ്പും അയാളുടെ സദഖയും ജിഹാദും ഹജ്ജും ഉംറയും എല്ലാം ബാത്തിലാണ്. നമ്മൾ പല ആൾക്കാരും മനസ്സിലാക്കി വെച്ചാൽ എന്താ, ബിദ്അത്ത് ചെയ്യുന്ന ആ പ്രവർത്തനം അല്ലാഹ് സ്വീകരിക്കൂല എന്നുള്ളത്. പക്ഷെ അല്ല, ഒന്നും സ്വീകരിക്കൂല. ശിർക്ക് ചെയ്താൽ ആ ശിർക്ക് ചെയ്തവൻ ചെയ്യുന്ന ബാക്കിയുള്ള അമലുകൾ അല്ലാഹു സ്വീകരിക്കോ? ശിർക്ക് ചെയ്യുന്നവൻ ആ ശിർക്ക് ചെയ്ത കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ശിർക്കല്ലാത്ത ബാക്കിയുള്ള അമൽ അല്ലാഹു സ്വീകരിക്കോ? ഇല്ല. റസൂലിനോട് അള്ളാഹു പറഞ്ഞല്ലേ, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നിങ്ങൾ ശിർക്ക് ചെയ്ത നിന്റെ അമൽ മുഴുവൻ പൊളിഞ്ഞു പോകും. അത് തന്നെയാണ് ബിദ്അത്തിന്റെ ഗൗരവം. ബിദ്അത്ത് ചെയ്താൽ അമൽ മുഴുവൻ പോവുകയാണ് ഇതിലൂടെ. അതുകൊണ്ടൊരു ഫായിദ എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്. രണ്ടാമത്തേത്, ബിദ്അത്ത് ചെയ്ത ആള് ബിദ്അത്തുകാരനായിരിക്കെ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല. അത് വലിയ വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാല്, ഒരാൾ വ്യഭിചരിക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ മനസ്സിൽ എന്തുണ്ടാവും? പേടി ഉണ്ടാവും. പഠിച്ചോനെ, ഞാൻ വ്യഭിചരിക്കുന്ന കുറ്റാണ്, തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അയാൾ ചെയ്യണത്. ബിദ്അത്ത് ചെയ്യുന്നവനെ തെറ്റാന്ന് അറിഞ്ഞിട്ടാണ് ചെയ്യണത്, നല്ലതാന്ന് അറിഞ്ഞിട്ടല്ലേ ചെയ്യണത്.
നല്ലതാന്ന് കരുതി ചെയ്യണം. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ എന്തുണ്ടാവില്ല, തൗബ ഉണ്ടാവില്ല ഈ ചെയ്ത ഈ തിന്മയെ സംബന്ധിച്ച്. അപ്പൊ ബിദ്അത്തുകാരനായി തന്നെ മരിക്കുന്നു. അവൻ ചെയ്ത തൗബ വൃഥാവിലായി പോകുന്നു എന്നുള്ളതാണ്. അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയത്തി. ഇബ്ലീസിനെ ഒരാൾ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം അയാൾ ബിദ്അത്ത് ചെയ്യലാണ്. കാരണം തിന്മ ചെയ്യുന്നവന്റെ മനസ്സിൽ കുറ്റബോധമുണ്ട്, ബിദ്അത്ത് ചെയ്യുന്നവന്റെ മനസ്സിൽ എന്തില്ല, കുറ്റബോധമില്ല. ഇന്നല്ലാഹ ഹജബ തൗബത അൻ സാഹിബി കുല്ലി ബിദ്അത്തിൻ. എല്ലാ ബിദ്അത്ത് ചെയ്യുന്നവന്റെ ഇടയിലും അല്ലാഹു തആല തൗബയുടെയും അവന്റെയും ഇടയിൽ ഒരു മറ ഇട്ടിരിക്കുകയാണ്. ഖുർആൻ രേഖപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു രംഗം ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്. ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ സഹോദരങ്ങളെ എനിക്ക് തിരിച്ചറിയാം. ദീർഘമായ ഒരു വിഷയമാണ്, ഞാൻ സമയം വൈകിയത് കൊണ്ട് ചുരുക്കി പറയണം. അപ്പൊ നബീനോട് ചോദിക്കുന്നുണ്ട്, നബിയുടെ സഹോദരന്മാരാരാണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലദീ ലം യഅ്തു ബഅദ്. ഇതുവരെ വന്നിട്ടില്ല അവര്, എന്റെ സഹോദരങ്ങൾ എനിക്ക് ശേഷം വരാനുള്ള എന്റെ ആളുകളാണ്. വകൈഫ തഅരിഫു മൻ ലം യഅ്തി ബഅദു മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്. ഇതുവരെ വരാത്ത ആളുകളെ അങ്ങയുടെ സമുദായത്തിൽ നിന്ന് അങ്ങക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഉറുൻ മുഹജ്ജലത്തുൻ ബൈന ലഹ്റൈ ഖൈലിൻ ദുഹുമിൻ ബുഹുമിൻ അലാ യഅരിഫു ഖൈലഹു. കറുത്ത ഒരു പറ്റം കുതിരകളുടെ ഇടയിൽ കൈകാലുകൾ വെളുത്ത കുതിരകൾ ഉണ്ടെങ്കിൽ അവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ലേ? അതുപോലെ എന്റെ സമുദായത്തിനെ എനിക്ക് അവരുടെ ഇടയിൽ നിന്നും എന്റെ സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നകും യഅതൂന ഉർറൻ മുഹജ്ജലീന മിനൽ വുളൂ. വുളൂഇന്റെ കാരണത്താൽ അവരുടെ കൈകാലുകൾ വെളുത്തിരിക്കും, പ്രകാശിക്കും. വഅന ഫറത്തുഹും അൽ ഹൗദ്. ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ ഞാൻ റെഡിയാണ്. അലാ ലാ യുദാന്നനി റിജാലുൻ അൻ ഹൗദി കമാ യുദാദുൽ ബഈറു അല്ലാലു. എന്റെ ഹൗദിന്റെ അരികിൽ നിന്നും മൃഗങ്ങളെ, വഴിതെറ്റിപ്പോയ മൃഗങ്ങളെ പോലെ കുറെ ആൾക്കാരെ ആട്ടി ഓടിക്കപ്പെടുമ്പോൾ ഞാൻ പറയും അവർ എന്റെ ആളുകളാണെന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, അല്ല, ഇന്നഹും ഖദ് ബദ്ദലു ബഅദക. അങ്ങക്ക് ശേഷം ദീനിൽ പുതിയ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ് അവര്. അപ്പൊ റസൂലുള്ളാഹി പറയും, സുഹുക്ക, അവരെ ആട്ടിവിടൂ എന്ന് പറയും. അപ്പൊ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് പോലും അയാൾക്ക് പോകാൻ പറ്റൂല. അവന് ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ആ ചോദ്യത്തിന്റെ മറുപടിയാണ്, നല്ല ബിദ്അത്തില്ലേ? നല്ല ബിദ്അത്ത് അല്ലേ? നമ്മള് ചില വിഷയങ്ങൾ പറയുമ്പോ തരക്കേടില്ലാത്ത ഒരു അടിയാണ് അവന് കിട്ടിയെന്ന് പറയില്ലേ? നല്ലൊരു അടി അവന് കിട്ടിയിട്ടുണ്ട് പറയില്ലേ? അടി നല്ലതാണ്, അല്ലല്ല, അടിയൊക്കെ മോശം തന്നെയാണ് അല്ലേ? പക്ഷെ ആ അടി തരക്കേടില്ലാത്തൊരു അടിയാണ്, നല്ലൊരു അടിയാണ് കിട്ടിയത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു പ്രയോഗമാണത്. എന്ത്? നല്ല നിഅമത്തിൽ ബിദ്അത്തു ഹാദാ, ഇത് നല്ലൊരു ബിദ്അത്താണല്ലോ എന്ന് പറഞ്ഞു. ഏതാ പറഞ്ഞത്? തറാവീഹ് നിസ്കാരം ജമാഅത്തായി ഒറ്റ ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കുന്നത് കണ്ടപ്പോ പറഞ്ഞതാണ്. തറാവീഹ് നിസ്കാരം ബിദ്അത്താണോ? അല്ലല്ലോ, സുന്നത്തല്ലേ, റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി ഇമാമായി നിന്നിട്ടുണ്ട്, മഅ്മൂമികളായി സഹാബികൾ നിന്നിട്ടുണ്ട്. അതിനുശേഷം റസൂലുള്ളാഹി അത് സ്റ്റോപ്പ് ചെയ്തു. എന്ത് പേടിച്ചിട്ട്? ഫർളാക്കി കളയുമോ എന്ന് പേടിച്ചിട്ട്. അപ്പൊ അതിൽ സുന്നത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ, തറാവീഹ് നിസ്കാരം സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ജമാഅത്തും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, സുന്നത്ത് സ്ഥിരപ്പെട്ടതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത് അങ്ങനെ തന്നെ നടന്നില്ല. ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചു, റസൂലിന്റെ വഫാത്തോടുകൂടെ ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അന്നത്തെ കാരണം ഇനി ഫർളാക്കണ പ്രശ്നം വരുന്നില്ലല്ലോ, അപ്പൊ അത് പുനർജീവിപ്പിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് തരക്കേടില്ലാത്തൊരു ആചാരമാണല്ലോ എന്ന് പറഞ്ഞു, മോശമില്ലാത്തൊരു ആചാരമാണല്ലോ എന്ന് പറഞ്ഞു. അതിന് അറബിയിൽ പ്രയോഗിച്ച പേരാണ് നിഅമത്തുൽ ബിദ്അത്തു ഹാദാ, ഇത് നല്ലൊരു ബിദ്അത്താണല്ലോ എന്ന്. അതിനെപ്പറ്റിയാണ് പറയുന്നത് നല്ല ബിദ്അത്തുണ്ട് എന്ന് പറഞ്ഞത്. കുല്ലു ബിദ്അത്തും ദലാല, എല്ലാ ബിദ്അത്തും പിഴച്ചതാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞല്ലേ? മനസ്സിലായില്ലേ? അത് വെറും ഒരു ഭാഷാപരമായ പ്രയോഗം മാത്രമാണ്, ഭാഷാപരമായ ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്. അതല്ലാതെ കണ്ട്
നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ പറയുന്നതില് ഒരു മോശത്തരം ഉണ്ടെങ്കിലും നമ്മൾ പറയാറല്ലോ നല്ല കാഷ്ടം മോശം കാഷ്ടം എന്ന് പറയോ? കാഷ്ടം മുഴുവൻ എന്താണ്? മോശം അല്ലേ? നമ്മള് ചിലപ്പോ വയറ്റിന്ന് പോകാതെയൊക്കെ വരുന്ന സമയത്ത് ആ പ്രയോഗമാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യുന്നത്. വയറ്റിന്ന് പോകാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ വയറ്റിന്നൊക്കെ പോയി കഴിയുമ്പോൾ ഓ നല്ല ഉഷാറായിട്ടൊന്ന് വയറ്റിന്ന് പോയിട്ട് അല്ലേ? ആ പോയ സാധനം ഉഷാറാ. ഈ ഒരു കേവല ആലങ്കാരിക പ്രയോഗത്തെ പിടിച്ചിട്ടാണ് നല്ല വിദ്യാർത്ഥുണ്ടല്ലോ അപ്പൊ നല്ല പറ്റും. നല്ല വിദ്യാർത്ഥുണ്ട് എങ്കിൽ മോശം വിദ്യാർത്ഥം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നല്ല സുന്നത്തോണ്ട് മോശം സുന്നത്തോണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പൊ റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ മോശം ഉണ്ടെന്നല്ലേ അതിന് അർത്ഥം വരുന്നത്? തെറ്റാണ്. അത് നമ്മുടെ സമുദായത്തെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഉണ്ടായതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ വിഷയത്തിൽ ജാഗ്രത കാണിക്കണം നമ്മൾ. നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ അത് നിസാരവൽക്കരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സബ്ജക്ട് ഈ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞത്. ബിദ്അത്ത് ചെയ്യുന്നവനെ ഇമാമാക്കി നിർത്തേണ്ട നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല, ഉണ്ട്. മറ്റൊരു മാർഗം ഇല്ലെങ്കിൽ അയാൾ ഇമാമക്കട്ടെ, നമ്മൾ പുറകെ നിസ്കരിച്ചോട്ടെ, നമ്മുടെ നിസ്കാരത്തിന് അത് ബാധിക്കുന്നില്ല. അതല്ലാത്തൊരു സാഹചര്യമുണ്ട്, അയാളല്ലാത്ത ബിദ്അത്ത് ചെയ്യാത്ത ഒരാൾ ഇമാമായി നിൽക്കും എങ്കിൽ അയാളെ പിടിച്ചു നിർത്തിക്കും. നമ്മുടെ എല്ലാ പള്ളികളിലും കയറിയിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അവിടെ ജമാഅത്തിൽ പങ്കെടുക്കൽ അനിവാര്യമായിട്ട് വന്നു, ആക്കെ കിട്ടും, അതിനൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഒരു പൊതുതത്വമുണ്ട്, ഷാഫിഈ മസ്അലയാണ്, ഒരു പൊതുതത്വമാണ്. നമുക്കിഷ്ടമില്ലാത്ത ഒരാളുടെ പിറകിൽ, അത് ഞാനാണെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരാളുടെ പിറകിൽ നിന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. അതൊരു പൊതുതത്വമാണ്. അത് നമ്മൾ മനസ്സിലാക്കി എന്ന് കരുതി ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. നിസ്കാരം വീടപ്പെടുന്നുണ്ടോ? അതെന്തെങ്കിലും തകരാറുണ്ടോ? നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. പക്ഷേ അവൻ വിദ്യാർത്ഥി ചെയ്യുന്നവനാണ്. കറാഹത്തിന്റെ വെറുക്കപ്പെട്ട കാര്യം, ഒരു വെറുക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോ മസ്ജിദുകളെല്ലാം പവിത്രമാണ്. അതുകൊണ്ട് തന്നെ മസ്ജിദിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പവിത്രതയ്ക്ക് ഭംഗം വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരാൾ മസ്ജിദിന്റെ ഉള്ളിൽ തുണി മാടി കുത്തിക്കൊണ്ട് നടന്നു, എന്താ? വെറുക്കപ്പെട്ട കാര്യമാണ്. ഇതിന്റെ പവിത്രതയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. അങ്ങനെ ആ പവിത്രത തകർക്കുക. അതിന് പ്രത്യേകമായ ശിക്ഷയുണ്ടോ ഇല്ലയോ അത് പറയാൻ പറ്റില്ല. പവിത്രതയ്ക്ക് വിരുദ്ധമാണത്. അത് തന്നെ. എന്താ ചോദിച്ചു? ഒരു മിനിറ്റ്. ആ ആ ആ നമുക്ക് അത് പാടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് അതിന്റെ അടിസ്ഥാനം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ റബീഉൽ അവ്വൽ 12ന്റെ ബേസ് ഇത് പറയണ എന്താ? നബി ദിനമാണ്, നബി ജനിച്ച ദിനാണ്, നബിയുടെ ജന്മദിനമാണ് അല്ലെ? ബർത്ത്ഡേ ആഘോഷിക്കൽ ഹറാമാണ് അല്ലെ? ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈസാ നബിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് കേക്ക് ഒരാൾ കൊണ്ടു തന്നാല് അത് തിന്നുന്നതിന്റെ ഹുക്കം എന്താ? അത് തന്നെ പാടില്ല എന്നുള്ളത് തന്നെ.